ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് നമ്മുടെ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻ പൈപ്പുകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ വരുന്നു കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ 2 നിലയുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒരു സ്റ്റാൻഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റാൻഡ് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 5 അടി ഹൈറ്റ് വരുന്ന സ്റ്റാൻഡ് എത്തിച്ചാൽ മാത്രമേ ഫസ്റ്റ് ഫ്ലോറിലെ ഷവറിലൊക്കെ നല്ല രീതിയിലുള്ള പ്രഷർ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ലൈൻ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നോക്കുക, വാട്ടർ ടാങ്കിലേക്ക് കയറുന്ന പൈപ്പ് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് മോട്ടറിൻ്റെ പൈപ്പ് നേരെ വരുന്നത് അവിടേക്കാണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പ്, 4 ഇഞ്ച് പൈപ്പ്, 2 ഇഞ്ച് പൈപ്പ്, 1 ഇഞ്ച് പൈപ്പ്, പിന്നെ നമ്മളൊരു 1/2 ഇഞ്ച് പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്ന പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് പൈപ്പ് നമ്മുടെ മോട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ബോർവെല്ലിൽ നിന്നോ വരുന്ന കണക്ഷൻസ് നേരെ ടാങ്കിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ്റെ പൈപ്പ് അത് 1 ഇഞ്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം ഗേജുള്ള പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷനിൽ 2 ഇഞ്ച് പൈപ്പാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ അത്യാവശ്യം നല്ല പ്രഷർ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞ 2 ഇഞ്ച് പൈപ്പെങ്കിലും ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറക്കുക. അപ്പോൾ നല്ല ഹൈ പ്രഷർ കാര്യങ്ങൾ നമുക്ക് കിട്ടും. എല്ലാ ടാപ്പുകളിലും നല്ല രീതിയിൽ പ്രഷർ കാര്യങ്ങൾ ലഭിക്കും. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ, സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ, ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നല്ല ഹൈ പ്രഷർ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് പൈപ്പെങ്കിലും നമ്മൾ ഇറക്കുക. പല രീതിയിലും ചെയ്യാറുണ്ട്, 1.5 ഇഞ്ച് പൈപ്പ്, 1 ഇഞ്ച് പൈപ്പൊക്കെ. പക്ഷേ നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പിന്നീട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹൈ പ്രഷർ ലഭിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 ഇഞ്ച് പൈപ്പ് തന്നെ ഇറക്കുക. 2 ഇഞ്ച് പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് 2 3 ബാത്റൂം അല്ലെങ്കിൽ 4 ബാത്റൂം 5 ബാത്റൂം യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും വെള്ളത്തിൻ്റെ ഒരു ഷോർട്ടേജ് നമുക്ക് പ്രഷറോടെ കുറയുന്നത് ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നതാണ് 4 ഇഞ്ച് പൈപ്പ്. ഏറ്റവും മുകളിലൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ബാത്റൂം കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു എയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എയർ കൊടുക്കുന്നത് പല രീതിയിലും കണ്ടിരിക്കുന്നത് എയർ തൊട്ടടുത്ത് തന്നെ, ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് പല വീടുകളിലും ബാഡ് സ്മെല്ല് ഉണ്ടാകുന്നതിൻ്റെ അവസ്ഥ. ഏറ്റവും ടോപ്പിലേക്ക് തന്നെ പൊക്കി ക്ലിയർ ചെയ്ത് കളയുക. 4 ഇഞ്ച് പൈപ്പ് ഏറ്റവും ടോപ്പിലേക്ക് തന്നെ പൊക്കി ക്ലിയർ ചെയ്യുക. പിന്നെ 2 ഇഞ്ച് പൈപ്പ് നമ്മുടെ വേസ്റ്റ് വാട്ടർ, കുളിക്കുന്ന വെള്ളം വരാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് വാട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലത്തെ ഒരു വാൽവ് കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പ്. അത് മുകളിലത്തെ ബാത്റൂം, അത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം നമുക്ക് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽവ് കൊടുത്തിരിക്കുന്നത്. അത് താഴെ വന്നതിന് ശേഷമാണ് മുകളിലേക്കുള്ള പ്രഷർ ലൈൻ കയറിപ്പോകുന്നത്. അതായത് താഴെ 2 ഇഞ്ച് പൈപ്പിലൂടെ മെയിൻ വെള്ളം വന്ന് അവിടെ നിന്ന് താഴെ നിന്നാണ് നല്ല ഹൈ പ്രഷറിൽ നേരെ മുകളിലത്തെ ബാത്റൂമിലേക്ക് കയറിപ്പോകും. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രഷർ കാര്യങ്ങൾ ബാത്റൂമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു PVC പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് പൈപ്പ്, അതെന്തിനാ വെച്ചാൽ വാട്ടർ ലെവൽ കൺട്രോളറാണ്. പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും, അതായത് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം വാട്ടർ ലെവൽ കൺട്രോളർ, അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റം വാട്ടർ ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയർ കാര്യങ്ങൾക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ നമുക്ക് ഒരു 1/2 ഇഞ്ച് പൈപ്പ് ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിൽ വരെ അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വയർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള പമ്പ് വർക്ക് ചെയ്യുന്നതിന് അതായത് വാട്ടർ ലെവൽ നോക്കി പമ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയറുകൾ എത്ര വയറുകളിൽ നമുക്കതിൽ വലിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് പൈപ്പ് കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അതിലൂടെ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ പൈപ്പ് നമ്മൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാട്ടർ ലെവൽ കൺട്രോളർ പിടിപ്പിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് പുറമേക്കടെ വയർ കാര്യങ്ങൾ ഇട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പ്, രണ്ടാമത് കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പ്, മൂന്നാമത് കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ച്, അടുത്ത് 2 ഇഞ്ച്, വീണ്ടും 1 ഇഞ്ച്, പിന്നെ ഒരു 1/2 ഇഞ്ച് പൈപ്പ്. ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന കണക്ഷൻസ് കാര്യങ്ങൾ മുകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഹൈ പ്രഷർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കൊടുത്താൽ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രഷർ പമ്പിൻ്റെ പോലും ആവശ്യമില്ല. എല്ലാ ഷവറിലും, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ഷവറിൽ പോലും ഹൈ പ്രഷറിൽ വെള്ളം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്കിത് ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.